ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖല്ലേ? ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കോടാലി കൊടുങ്ങിയിലുള്ള ക്രിബ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ക്രിബ് കാണാൻ പോക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങോട്ട് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കൊടുങ്ങ പള്ളിയിൽ നല്ല സൂപ്പർ ക്രിബ് ഇവർ ഒരുക്കിയിട്ടുണ്ടെന്ന് കേട്ടൻ. എന്നാൽ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ബത്ലഹേം തീമിലാണ് ഇവർ ക്രിബ് ഒരുക്കിയിരിക്കണേ. നല്ല രസമായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഇവിടുത്തെ ബത്ലഹേമിലത്തെ ഒരു മാർക്കറ്റും അവിടെ ഉണ്ടാകുന്ന ഓരോ ജോലികളും പിന്നെ പ്ലസ് നമ്മുടെ ബൈബിളിലത്തെ കുറച്ച് ഇൻസിഡൻസും ഒക്കെ നല്ല കൂട്ടിയിണക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു ബ്രിഡ്ജ്. അപ്പം എന്തുകൊണ്ടും നമുക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് ഒരിക്കലും തോന്നില്ല. എൻട്രി ഫീസ് ഒരു 20 രൂപയാണ് ഉള്ളത്. ഇതിനെ വെച്ച് നോക്കുമ്പം ആമ്പല്ലൂർ ഒരു സ്ഥലത്ത് 100 എൻട്രി ഫീസിന് ഒന്നിനും കൊള്ളാത്തൊരു കൃപ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു എയറോപ്ലെയിൻ്റെ ഉള്ളിൽ ഇവർ ഏതെന്തൊട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇന്ത്യ ഗേറ്റും പിന്നെ എല്ലാ കൃബിലും പോകുമ്പോൾ ഒരു കാണാനൊരു സാന്താക്ലോസ് അപ്പാപ്പനെ വെറുതെ വിട്ടിട്ടില്ല, അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബൈബിളിലത്തെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസിഡൻസ്, മാതാവിൻ്റെ അടുത്തേക്ക് മാലാഖ വരണത്, ഔസേപിതാവിൻ്റെ അടുത്തേക്ക് മാലാഖ വരണത്, പിന്നെ ഈജിപ്തിലേക്കുള്ള ഇവരുടെ പലായനം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ നല്ല ഭംഗിയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി കഴിഞ്ഞാൽ അയ്യോ നഷ്ടമായില്ലോ പോകണ്ടായിരുന്നു അങ്ങനത്തെ ഒരു തോന്നലേ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്നതായിരുന്നു ഈ പൊതി പൊട്ടിക്കണത്. നമ്മളിപ്പോൾ അതിര കുർബാനയ്ക്ക് പെട്ട് പൊതി പൊട്ടിക്കണ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മരം ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ കടലാസിൽ ഓരോ സമ്മാനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊതിയൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇഷ്ടം കൊണ്ട് ഒരു 4-5 പാക്കറ്റ് വാങ്ങി. 10 രൂപയാണ് ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ. പണ്ടൊക്കെ 2 രൂപയ്ക്കായിരുന്നു, ഇപ്പോൾ 10 രൂപയാണ് ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ. അതിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയത് 5 പാക്കറ്റ് വാങ്ങിയതിൽ 4 പാക്കറ്റിലും ഷാമ്പു ആയിരുന്നു, 1 പാക്കറ്റിൽ മാത്രമേ മിഠായി ഉണ്ടായുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർക്കാനൊക്കെ ആയിട്ട് പറ്റി. കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ ഈ പൊതി പൊട്ടിക്കണ മരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെ എവിടെ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് നേരെ പോരുന്നത് ഒരു കുറേ ഒട്ടകങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇതോടുകൂടി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ഫുഡ് കോർട്ടിലേക്കാണ്. ഐസ്ക്രീം സ്റ്റാളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ വഴിക്ക് പോയേ ഇല്ല, പിള്ളേർക്ക് വയ്യാത്തതായതുകൊണ്ട്. ഫുഡ് ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും ഫുഡ് കോർട്ടിൽ നിന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ ബൈ, സീ യു.